ആണ്. അപ്പൊ ശ്രീദാസൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീദാസൻ, ഹലോ. ആ അല്ല, ഞാൻ പറയുന്നത് ഈ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് സുധാകരൻ നടത്തുന്നത്. കാരണം സുധാകരന്റെ കൂടെ ഈ പി ജയരാജനും ജയരാജനും പി കെ ശശിയും കുഞ്ഞകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അണിയണം. കാരണം ഇയാൾ ഈ പാർട്ടിയുടെ മൊത്തം സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് കുറെ പടുബുദ്ധിയൊക്കെ ലോകം തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇയാളിനെ തമ്പുരാന്ന് പറഞ്ഞ് നടക്കുക. ഇയാൾ ശരിക്കും ഈ ഭരണം കഴിഞ്ഞ ഉടനെ ഇയാള് ന്യൂയോർക്ക് മോനോട്ടൊക്കെ പോകും. ഇയാള് ഈ മൊത്തം ഈ പാർട്ടിയെ പൊളിപ്പിച്ച് കടത്തും. കാരണം ഇതിനപ്പുറം ഈ പാർട്ടി കഴിയൊന്നും വരാം. ഈ ഇലക്ഷൻ കഴിഞ്ഞാല് ഇത് ശരിക്കും ഉന്നം പൊട്ടി പോലെ ഉണ്ടാവും. ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. ഈ ശൈലജ ടീച്ചർ, പി കെ ശ്രീമതി, ഇവരൊക്കെ ഇയാള് വെറുപ്പുള്ള ആളാണ്. പക്ഷെ ഇവർക്ക് എം പി രാഘവന്റെ അനുഭവം മുമ്പ് ഉള്ളതുകൊണ്ട് പേടിച്ചിട്ട് ആരും പുറത്തു വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റക്കെട്ടായിട്ട് യുവന്മാരൊക്കെ നിന്നുകൊണ്ട് ഇയാൾ ഇനിയും തടഞ്ഞില്ലെങ്കിൽ ഈ നല്ലൊരു പാർട്ടി, കോഴിമുട്ട പോലത്തെ പാർട്ടി പ്രസ്ഥാനം, ഈ സാധനം കെട്ട മുട്ടയായി മാറും. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇനിയെങ്കിലും ഈ തെറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇയാൾക്കെതിരായിട്ട് പൊരുവെന്നൊക്കെ പറയാല്ലേ മനു. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോട് പിന്നെ ചിലരൊക്കെ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻകുട്ടി സിആർ പറയുന്നു, ഒരുപാട് വർഷക്കാലം പാർട്ടി നൽകിയ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു, അവസാനം എല്ലാം എന്തായി, സ്വയം പുറത്തുപോയി, എന്നിട്ട് പാർട്ടിക്ക് കുറ്റമെന്ന് പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി കോലമ്പറമ്പത്തുണ്ട്. ജയകുമാർ SS4LC ഉണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. കിഷോർ കോന്നി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. കിഷോർ കോന്നി ഹായ് മനു എന്നൊക്കെ പറഞ്ഞ് എന്നോടൊപ്പം പൊതുവേദിയിലുണ്ട്. കിഷോർ കോന്നിയൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. നമ്മുടെ സ്ഥിരം ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സുനിൽകുമാറുണ്ട്. കൃഷ്ണൻ MKD മണ്ണാർക്കാടായിരിക്കും കേട്ടോ. സുധാകരൻ സത്യസന്ധനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ MKD മണ്ണാർക്കാട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. MKD എന്ന് പറയുമ്പോൾ മണ്ണാർക്കാടായിരിക്കും. സെബാസ്റ്റ്യൻ CA ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് റിയാസ്. സെബാസ്റ്റ്യൻ CA എന്താണോ അങ്ങനെ ഉദ്ദേശിച്ചത്? റിയാസിന് ഗുണകരമായി എന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. മോഹനൻ പറയുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ CPM കാരൻ ആവണമെന്നുണ്ടോ എന്ന് മോഹനൻ ചോദിക്കുന്നു. ഓക്കെ, സുനിൽകുമാർ പറഞ്ഞു, ചതിയനാണെന്ന് പറയുന്നത് ന്യായീകരണക്കാർ ഇതിലും വലിയ അധികാര കൊതിമൂത്ത തോമസ് മാഷിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് മാഷ് അങ്ങോട്ട് വന്നപ്പോൾ സ്വീകരിച്ചവരാണ് എന്നർത്ഥത്തിലായിരിക്കും ചുമക്കുന്നത്. തോമസ് മാഷിനെ ചുമക്കുന്നത് എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. സുധാകരൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രി കസേര കിട്ടിയില്ല, അതാണ് കാര്യം എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. പ്രായം ഒരു പ്രശ്നമാണെങ്കിൽ കാരണഭൂതൻ മാറി നിൽക്കുമോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. അഴിമതിക്കാരെ അങ്ങേയറ്റം കൊണ്ടു നടക്കും CPM, അഴിമതിക്കാരല്ലാത്തവർക്ക് CPMന് ആവശ്യമില്ല എന്ന് ജയകുമാർ പരിഹസിക്കുന്നു. ശശിധരൻ പിള്ള പറയുന്നു, എൻ്റെ പ്രേമ, ഒരു മനുഷ്യനെ തെറി വിളിക്കുന്നതിന് ഒരു പരിധിയിൽ, ഒരു പാർട്ടിയിൽ കാല് മാറിപ്പോകാത്ത ആളാണ് അദ്ദേഹം എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ എന്ന് പറയുന്നു. അല്ല, ശ്രീ പ്രേമൻ തെറിയൊന്നും പറഞ്ഞില്ല ശശിധരൻ പിള്ള. അദ്ദേഹം തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയൊക്കെ വെച്ചിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ രാമേശ് പറയുന്നു, ചങ്കന് വലിയ നേതാവാകാൻ കഴിവുള്ള നേതാക്കളെ ഒതുക്കി എത്ര പേരെയാണ് രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വന്നത്? പ്രായമെങ്കിൽ അത് ചങ്കന് ബാധകമല്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കും. എനിക്കൊന്ന് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കുറച്ചും കൂടെ സഭ്യമായ ഭാഷയാണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത്. ശശിധരൻ ഉണ്ട്. ശക്തിമാൻ പറയുന്നു, എനിക്ക് സന്തോഷം തോന്നി, കാരണം ശബരിമലയിൽ യുവതികളെ കയറ്റാൻ എഴുതി കൊടുത്തയാളാണെന്ന്. അതുകൊണ്ട് സുധാകരൻ്റെ സാഹചര്യം ഇങ്ങനെ സന്തോഷിക്കുകയാണ്. സുനിൽ, അപ്പോൾ ഇങ്ങനെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. SM ജിത്തു എനിക്ക് ഹലോ മനു എന്നൊക്കെ അയക്കുന്നുണ്ട്. നൗഫൽ സാദിഖ് ഉണ്ട്. സാർ, പിണറായിസത്തിൻ്റെ അവസാന ആണിയല്ലേ ഇത് എന്നോട് ചോദിക്കുന്നു. VC തോമസ്, പാർട്ടിയിൽ നിന്ന് ആര് പോയാലും അവരൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ, പാർട്ടിയിലുള്ളപ്പോൾ അവരൊക്കെ വെറും മോശക്കാർ. അത് എനിക്ക് VC തോമസിൻ്റെ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ പാർട്ടിയിൽ ഇരിക്കുമ്പോൾ അവരെയൊക്കെ മോശക്കാരെന്ന് വിളിച്ചവർ ഇപ്പോൾ പാർട്ടി വിട്ടപ്പോൾ അവർ നല്ലവരാക്കിയത് എങ്ങനെ എന്നുള്ള ചോദ്യവും അവിടെ വരികയാണ്. സുധാകരൻ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് SM ജിത്തു പറയുന്നു. സുധാകരൻ നല്ലവൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ വിഷമമായി കേട്ടോ ഇന്നത്തെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ, അല്ലേ? അതെ, എന്താ? നമസ്കാരം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കഴിവും അതുപോലെ അനുഭവ സമ്പത്തും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ അഴിമതിയുടെ ഒരു അംശം പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണ്. പിന്നെ ഈ ഗോവിന്ദൻ മാഷൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ തന്നെ ആരും വോട്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ എല്ലാവരെയും കളിയാക്കിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് ഗോവിന്ദൻ മാഷൊക്കെ സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ പോലും ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് വളരെ ഇതായിട്ട് ആക്ഷേപിക്കുകയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ അതൊന്നും നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് മാറ്റേണ്ട വരും. കാരണം കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇല്ല, ഇപ്പൊ അതിനകത്ത് ഇല്ല നിലവില്. എല്ലാരും പോയിക്കൊണ്ടിരിക്കണേ പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റും ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നു വരുന്നത്. കാരണം ജനങ്ങളൊക്കെ എല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇനി അതിനകത്ത് ഇതാവൂല. കാരണം ഈ സുധാകരനെ പോലെ ഇത്രയും നല്ല നേതാക്കളെ പലയിടത്തുനിന്നും ഇപ്പൊ ആൾക്കാർ നേതാക്കൾ ചാടിക്കൊണ്ടിരിക്കണേ, ശരിയായ ആളുകൾ, അഴിമതിയും ഇതൊന്നും ഇല്ലാത്ത ആളുകൾ. ഇതിപ്പോ ഒരു അഴിമതിയും കൂട്ട് ആ കുടുംബ പാർട്ടിയും കൂടിയായി. എല്ലാരും കുടുംബത്തിൽ നിന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഇത് എല്ലായിടത്തും അത് തന്നെയല്ലേ നിയമനം നടന്നേക്കണം. ഇപ്പൊ എവിടെ നോക്കിയാലും അറിയാം, ഓരോ ഇപ്പൊ ഇരിക്കുന്ന മന്ത്രിമാരുടെ ഭാര്യമാര് യൂണിവേഴ്സിറ്റി മറിച്ചതിന്റെയൊക്കെ ആൾക്കാരായിട്ട് ഇരിക്കണേന്ന്. അപ്പൊ ഇങ്ങനെ അവര് അങ്ങോട്ട് ഇതാക്കി എടുത്ത് അവരുടെ മാത്രമായിട്ട് ഒരു സംവിധാനമൊക്കെ എടുത്ത് ഈ ഭരണം, അല്ലാണ്ട് ജനങ്ങൾക്കോ മറ്റു പാർട്ടിക്കോ ഒരു ഗുണമില്ലാത്ത ഒരു ഭരണം ഇവരുടെ ആളുകൾ മാത്രം തന്നെ. അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ അപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ കോൺഗ്രസിലായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വരാൻ പോണം. കാരണം എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ കൂടുതൽ അതിനകത്തല്ലേ ഘടകകക്ഷികളൊക്കെ എടുക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാര് ഇതിനകത്തില്ലാതെ. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇലക്ഷന് ഇതിപ്പോ നോക്കി കാണാവുന്നേ ഉള്ളൂ എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. കാരണം ഇവർക്ക് എല്ലാരെയും പുച്ഛമാണ്, ഏളാങ്ങിക്കലാണ്, അങ്ങനെയുള്ള പരിപാടിയാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ പറയുന്നത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ്. അപ്പോൾ നല്ല വീട്ടിൽ പി ഗോപാലക്കുറുപ്പിൻ്റെ മകനായ ജി സുധാകരൻ ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു എന്നാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഓർക്കുന്നത്. പക്ഷേ CPM-കാർക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് സമനില തെറ്റി എന്നുള്ളൊരു നിലപാടാണ്. KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുന്നു. അദ്ദേഹം ഒരു BJP അനുഭാവിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ KG കുമാർ. ഹലോ. ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പക്ഷം എന്നുള്ളതാണ് അതിന്റെ ഇടതുപക്ഷം. അതൊന്നും ഈ KG കുമാർ ഇത്ര കാലം പറഞ്ഞില്ലല്ലോ. ഇത്ര കാലം BJP അധികാരത്തിൽ വരുമെന്നല്ലേ പറയുന്നത്? അല്ല, ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പക്ഷമാണ്. പക്ഷെ ഈ ഹൃദയത്തിന്റെ പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇപ്പൊ ഇല്ലാതായി വരുവാണ്. കാര്യം ഈ വളരെ നേരത്തെ തന്നെ ഒരു അർഹിക്കുന്ന പരിഗണന ഈ ജി സുധാകരന് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ഇങ്ങനെ ഒരു നിലപാട് എടുക്കത്തില്ലായിരുന്നു. കാര്യം വളരെ അവഗണിച്ച്, പക്ഷെ അവസാന നിമിഷമാണ് ഇപ്പൊ ചിന്തിക്കുന്നത് പോയാൽ ഇത് നഷ്ടമായി പോവോ എന്നുള്ള. ഇനിയിപ്പോ ആലോചിച്ചിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ 18 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു, SFIയുടെ പ്രസിഡന്റ് ആക്കുന്നു, പിന്നെ മന്ത്രിയാക്കുന്നു, കേരള നിയമസഭയിലെത്തുന്നു, അമ്പലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു, അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, മന്ത്രിയാക്കുന്നു, ദേവസ്വം സഹകരണം അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ കൊടുക്കുന്നു. അനിയൻ ബോലേന്ദ്രൻ രക്തസാക്ഷിയാണ്. അനിയൻ പന്തളം NSS കോളേജിൽ പണ്ട് വിട്ടുകൊണ്ട് മരിച്ച ഇദ്ദേഹത്തിന്റെ അനിയനുണ്ട്, ഉപനേന്ദ്രൻ. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അഴിമതി തീരെ ഇല്ല. പിന്നെ അദ്ദേഹം ഈ ഗതാഗത വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് റോഡിന്റെ എല്ലാ കാര്യത്തിലും വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. കാര്യം ആരായാലും ഇതുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും ഈ കോൺഗ്രസ് പാർട്ടിയിലോട്ട് പോകരുത് എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇതിനെക്കാട്ടിയും ഒരു അവഗണനയായിരിക്കും. കാര്യം ഇപ്പൊ സന്ദീപ് വാര്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തട്ടുന്നുണ്ടില്ലേ, അതേപോലെ. കാര്യം അവിടെ തന്നെ ആൾക്കാർ തള്ളോട് തള്ളാണ്. അന്നേരം പിന്നെ അങ്ങോട്ട് പോകരുത്. കാര്യം ഇദ്ദേഹത്തിന്റെ ഈ ഉള്ള വില അങ്ങ് പോകും. അതാണ് ഞാൻ പറയുന്നത്. കാര്യം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. അവര് പിന്തുണ കോൺഗ്രസ് കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, അതല്ലേ നല്ലത്. അല്ലാതെ ഈ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനോ അങ്ങനെ ഇനി പോകരുത്. ഈ വൈകിയ വേളയിലും, നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ശരിയാണ്, യങ്ങായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഈ വൈകിയ വേളയിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ നിൽക്കണം. കാര്യം ഇനി പോയിട്ട് ഒരു മറ്റ് ആശയത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് എന്റെ ഇത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നമ്മുടെ ഉമേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, അപ്പോ പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഇങ്ങനെ ആളുകൾ പാർട്ടി വിടുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഈ സുധാകരനെ പോലെയുള്ള ആളുകളെല്ലാം കോൺഗ്രസ് പാർട്ടി വിടുകയാണ്, വിസ്മയങ്ങൾ സംഭവിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി വിടുവോ? അല്ല, CPM വിടുകയാണ്. അപ്പൊ നമുക്ക് സന്തോഷമാണ് സാറൊക്കെ പറഞ്ഞു. നമുക്ക് ചെറിയ സന്തോഷമൊന്നും ഇല്ലാണ്ടൊന്നുമില്ല, സന്തോഷമില്ല. അത് യാഥാർത്ഥ്യം. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്ന അദ്ദേഹം ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.